എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലിൽ പാർട്ടി ആണെങ്കിൽ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോവാണ്. ലൂഫി അവനവൻ്റെ തൊണ്ട വരെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ അങ്ങനെ വീർപ്പിച്ച് പിടിച്ച് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വെട്ടുമാറി നമ്മുടെ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ഇപ്പോഴും ആ ടെസ്റോസ ഐലാൻഡിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഉടനെ റോബിൻ ഇപ്പം അവൻ്റെ അടുത്തേക്ക് വരും. ടെസ്റോസ ഐലാൻഡിലേക്ക് ഇനി നീ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ആ ഐലാൻഡ് ഓൾമോസ്റ്റ് നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നിന്റെ ലക്ഷ്യം ഡോഫ്ലമിംഗോയെ കൊന്ന് അവന്റെ ഫാക്ടറി നശിപ്പിക്കുക എന്നതായിരുന്നില്ലേ? ആ ലക്ഷ്യം ഇപ്പൊ കംപ്ലീറ്റ് ആയി. അടുത്ത നിന്റെ തീരുമാനം, നിന്റെ ഗോൾ അതെന്താണ്? അതിൽ ലോ ആണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ CP0 മെമ്പേഴ്സ് അവരിൽ കക്കു ആണെങ്കിൽ ഡോഫ്ലമിംഗോ അവന്റെ ആയുധ കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ്. പക്ഷെ അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവരെത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഒന്നിനെക്കുറിച്ചും യാതൊരു തുമ്പോ അവർക്ക് കണ്ടെത്താനാവില്ല. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന വെപ്പൻസ് അതൊന്നും തന്നെ ഇപ്പൊ കാണാനില്ല. അവർക്ക് ചെറുതായിട്ട് ഇപ്പോ റവല്യൂഷണറി ആർമി ആയിരിക്കോ ഇതിന്റെ പിൻപിൽ എന്നൊരു സംശയം തോന്നും. അവരതിനെക്കുറിച്ച് ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ടെസ്റോസ ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിലും ജനങ്ങളെല്ലാവരും ഒരുപാട് സമാധാനത്തിലും സന്തോഷത്തിലുമാണ് കഴിയുന്നത്. ഒരുപാട് അസറ്റ്സും ബിൽഡിങ്ങും പണമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പൊ അവർക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതിന്റെ ഒരലയടി അത് ആ ഐലാൻഡ് മുഴുവനായിട്ടും നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല അവരുടെ സന്തോഷത്തിന് കൂടുതൽ നിറം നൽകാനായിട്ട് നമ്മുടെ ചുന്ദരി പെണ്ണ് വയലറ്റ് അവളാണെങ്കിൽ ഇപ്പൊ വാദ്യോപകരണങ്ങളുടെ സഹായത്താൽ പാട്ടൊക്കെ പാടി നല്ല നൃത്ത ചുവടുകളൊക്കെ വെച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. അവർ ആ സന്തോഷത്തിൽ മതിമറന്ന് കരയാനായിട്ട് തുടങ്ങും. റിങ്കു കിങ് അവരുടെ മുൻപിലേക്ക് വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യത്തിന്റെ ഭരണം അത് വീണ്ടും ഏറ്റെടുക്കും. അതിനുശേഷം ലിറ്റിൽ പീപ്പിളിന്റെ കിങ്ങിനെയും ക്വീനെയും അവരെ രണ്ടുപേരെയും എല്ലാവരുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഉടനെ വയലറ്റ് ആണെങ്കിൽ ഇപ്പൊ കിങ്ങിന്റെ അടുത്തേക്ക് വരും. റബേക്കയും കൈറോസും അവർ രണ്ടുപേരും അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. കിങ്ങിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവും. കാരണം ആൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു അസുലഭ നിമിഷമാണിത്. ഐലാൻഡിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലിറ്റിൽ പ്രിൻസസും റബേക്ക പ്രിൻസസും അവർ രണ്ടുപേരും കൈകോർത്ത് നടന്നു വരികയാണ്. ജനങ്ങളെല്ലാവരും തീർന്നുപോയ ബിൽഡിങ്ങുകള്, വഴികള് അങ്ങനെ എല്ലാം തന്നെ ഇപ്പൊ പാച്ച് വർക്കൊക്കെ ചെയ്ത് പഴയതുപോലെ ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഇവരുടെ ഐലാൻഡ് അത് തിരിച്ചു പിടിക്കാൻ സഹായിച്ച ലൂഫി സെൻപായുടെയും ഉസോപ്പ് സെൻപായുടെയും അവരുടെ കൂടെ തന്നെ കൈറോസിന്റെ പുതിയ ശിലയും അങ്ങനെ 3 ശിലകള് അവിടെ പുതുതായിട്ട് പണിത് റെഡിയായിട്ട് വെക്കും. അവർക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് ബഹുമാനം തോന്നും. കാരണം അവരില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ ഐലാൻഡ് തിരികെ പിടിക്കാനാവില്ലായിരുന്നു. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നേവി കപ്പൽ കാണിക്കും. അവരെല്ലാവരും ഇപ്പൊ തിരികെ നേവി ബേസിലേക്ക് പോവാണ്. സെൻഗോക്കുവും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറും അവർ രണ്ടുപേരും ക്യാഷ്വലായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ഇപ്പൊ സെൻഗോക്കുവിനോട് പറയും, അക്കേന എന്നോട് പറഞ്ഞത് ലൂഫിയുടെ തല അത് വെട്ടിയെടുത്ത് കൊണ്ടുവരണം എന്നാണ്. അങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു നേവി ബേസിൽ പോലും എനിക്ക് കാലുകുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സെൻഗോക്കു ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, അതിന് കുഴപ്പമൊന്നുമില്ല, നീ കാര്യമായിട്ട് അവനോട് ഒരു മാപ്പ് ചോദിച്ചാൽ മതി. അതിന് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ആരുടെയും കാലിൽ വീണ് മാപ്പ് ചോദിക്കില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ കണ്ണു തുറന്ന് സുരുവിനോട് സംസാരിക്കുകയാണ്. എന്നെ ചതിച്ചത് ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറാണ്. ആൾ എന്റെ കൂടെ നിന്ന് ആ ലൂഫിക്കെതിരെ ഫൈറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും നേവിക്ക് തലകുനിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ തിരികെ വന്നതിന് ശേഷം എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കും. അത് കേട്ടാ സുരുവാണെങ്കിൽ തീർത്തു പറയും, ഇനി ഒരിക്കലും നിനക്ക് പുറത്തു വരാനാവില്ല, നീ വലിയ തെറ്റ് ചെയ്തു, അത് ഈ ലോകത്തിനും നേവിക്കും ബോധ്യപ്പെട്ടു. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അതിനുശേഷം റവല്യൂഷണറി ആർമിയെ കുറിച്ചും അതുപോലെ ഡി ഫാമിലിയെ കുറിച്ചും എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞ് ആണെങ്കിൽ ആ ചെയിൻ തകർക്കാനായിട്ട് ശ്രമിക്കും. ഉടനെ നേവി സോൾജേഴ്സ് അവിടേക്ക് ഓടിയെത്തും. സുരു ആണെങ്കിൽ അവരെ കൈകാട്ടി തടയും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അപ്പോഴും നിർത്താതെ പറയും, ഇപ്പൊ ഒരുപാട് പൈററ്റ്സ് ഈ ന്യൂ വേൾഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓൾറെഡി റോജറിന്റെ സ്ഥാനം അതിപ്പോഴും എംപ്റ്റി ആണ്. ആക്ച്വലി എന്റെ ലക്ഷ്യം അതാണ്. ഇനി ഒരുപാട് പേര് ആ ഒരു സീറ്റിന് വേണ്ടി പരസ്പരം ഫൈറ്റ് ചെയ്യും. അതൊരു പുതിയ എറ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞ് അവന്റെ 32 പല്ലും കാണിച്ച് അങ്ങനെ അട്ടഹസിക്കും. ഡോഫ്ലമിംഗോയുടെ സംസാരം സുരുവിനും ഒട്ടും ഇഷ്ടാവില്ല. അതേസമയം ലോങ് ഷോട്ടിലായിട്ട് ഒരു പൈററ്റ് കപ്പല് അവരാണെങ്കിൽ ഡോഫ്ലമിംഗോയെ കൊണ്ടുപോകുന്ന ആ 4 കപ്പലുകളിലേക്കും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് ബോധ്യപ്പെടും ഡോഫ്ലമിംഗോയെ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് ഇമ്പിൾ ടൗണിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. ഇവിടെ ഡോഫ്ലമിംഗോ അവൻ സുരുവിനോട് പറയും, നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ആ ഇമ്പിൾ ടൗണിലേക്കല്ലേ, കുഴപ്പമില്ല, എനിക്ക് ഡെയിലി ന്യൂസ് പേപ്പർ മാത്രം കറക്റ്റായിട്ട് എത്തിച്ചു തന്നാൽ മതി. എന്റെ സമയം വരുമ്പോൾ
തക്ക സമയത്ത് ഞാൻ അവിടുന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവളെ നോക്കി കളിയാക്കി ചിരിക്കും. ഇവിടെ കടലിലാണെങ്കിൽ ഡോഫ്ലമിംഗോയെ രക്ഷിക്കാനായിട്ട് എത്തിയത് ആ ബേസ്റ്റ് പൈററ്റ്സ് ആണ്. അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഡോഫ്ലമിംഗോയെ രക്ഷിച്ചേ മതിയാവും. പക്ഷെ എന്താ, 4 ജയന്റ് നേവി കപ്പലിലാണ് ഇപ്പൊ ഡോഫ്ലമിംഗോയെ കൊണ്ടുപോകുന്നത്. സോ അത്ര എളുപ്പത്തിൽ അവനെ രക്ഷിക്കാനായിട്ട് കഴിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. പച്ചത്തലയനാണെങ്കിൽ കപ്പലിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ആൾക്കാരുടെ പഴയ കപ്പല് ഗോയിങ് മറി ആ സ്റ്റൈലിലാണ് ഈ ഒരു കപ്പല് നിർമ്മിച്ചിരിക്കുന്നത്. കപ്പലിന്റെ ഓരോ മുക്കും മൂലയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പച്ചത്തലയൻ പറഞ്ഞു കൊടുക്കും. അവരുടെ കപ്പലിന് മുൻപിൽ ഒരാടിന്റെ തലയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കപ്പലിന് മുൻപിൽ നമ്മുടെ ലൂഫിയുടെ ഒരു ശില, കപ്പലിന്റെ പുറകിലായിട്ട് ചോപ്പറിന്റെ ഒരു രൂപം. റോബിനാണെങ്കിൽ ആ കപ്പൽ കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. പച്ചത്തലയും പറയും, ഇത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഒരു ഓറഞ്ച് തോട്ടം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ നാമിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അവൾക്ക് ഓറഞ്ച് ഒത്തിരി ഇഷ്ടമല്ലേ. ആക്ച്വലി ആ ഒരു ഓറഞ്ച് തോട്ടം അത് നാമിയുടെ ഐലാൻഡിൽ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്ത ഓറഞ്ചുകളാണ്. അങ്കിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് സഹിക്കാനാവില്ല. അവന് ഞങ്ങളോട് ഇത്രയധികം സ്നേഹമുണ്ടോ, ഓ മൈ ഗോഡ്, ഇത്രയും സ്നേഹം അത് ഞങ്ങൾ ഡിസർവിംഗ് ആണോന്നൊക്കെ ചിന്തിച്ച് അവനിപ്പോൾ വിഷമിക്കാൻ തുടങ്ങും. മറ്റൊരു സൈഡിൽ ലൂഫിയുടെ പിന്നാലെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഡാൻസും പാട്ടുമായിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ പച്ചത്തലയനും അവരുടെ കൂടെ കൂടും. ലൂഫി ആണെങ്കിൽ സാബു കൊടുത്ത വിബ്രു കാർഡ് അതങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അത് കാണിക്കേണ്ട താമസം അവിടെയുള്ള എല്ലാവരും അതിൽ ഓരോ കഷ്ണം വെച്ച് കയറിയെടുക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ആവശ്യത്തിന് ലൂഫിയെ കാണാൻ അത് ഉപകരിക്കും. ലൂഫിക്കാണെങ്കിൽ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന വിരുന്ന് അത് ഒരുപാട് ഇഷ്ടമായി. അവൻ അത് തന്നെ ഓർത്ത് വെള്ളം ഇറക്കി നിൽക്കും. അതിലോ അവൻ ദേഷ്യപ്പെട്ട് പറയും, നീ വായിൽ വെള്ളം ഇറക്കി നിന്നൊക്കെ മതി, എത്രയും വേഗം നമുക്ക് ആ സോ ഐലാൻഡിലേക്ക് പോകണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയും. അടുത്ത നിമിഷം പച്ചത്തലയനും അവന്റെ ആൾക്കാരും അവരെല്ലാവരും ചേർന്ന് സോ ഐലാൻഡിലേക്ക് കപ്പൽ തിരിക്കും. പച്ചത്തലയനാണെങ്കിൽ ഇപ്പോൾ ഒരു കാർപ്പറ്റ് വിരിച്ചു കൊടുത്ത് നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളുടെ എല്ലാവരുടെയും ബൗണ്ടി അത് കൂട്ടിയിട്ടുണ്ട്, അത് ആ ചെയറിലുണ്ട്. സോ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഈ റെഡ് കാർപ്പറ്റിലൂടെ നടന്നു വന്ന് അത് കാണാമെന്ന് പറയും. അതിനുശേഷം അവൻ തന്നെ പുതിയ ബൗണ്ടി ലിസ്റ്റ് അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് അവന്റെ ബൗണ്ടി അത് 500 മാറ്റി. ലോയ്ക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൻ മാറിപ്പോവാണ്. അത് കേട്ട് പച്ചത്തലയനാണെങ്കിൽ നാവൊക്കെ പുറത്തിട്ട് അവനെ കോക്കറി കാണിക്കും. അതിനുശേഷം പച്ചത്തലയൻ അവന്റെ കുറച്ച് ഡ്രോയിങ്സ് കാണിച്ചു കൊടുക്കും. പിന്നീട് ലൂഫിയുടെ ബൗണ്ടി അത് 500 മാറിയെന്നും ഇത് 320 ഹൈക്കായെന്നും നിക്കോ റോബിന് 130, സൈബർ ഫ്രാങ്കിക്കാണെങ്കിൽ 92, ഉസോപ്പിനാണെങ്കിൽ 200 മില്യൺ. അത് കേട്ട് ഉസോപ്പ് ആണെങ്കിൽ ഷോക്ക് ആവുകയാണ്. ഇത്രയും ബൗണ്ടി അതെനിക്കും ചിന്തിക്കും. ഒരു സെക്കൻഡ് അത്രയും ബൗണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കുകയാണ്. ആങ്കി ആണെങ്കിൽ ടെൻഷൻ ആവും, ഉസോപ്പിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. അതെങ്ങനെ നിനക്ക് മാത്രം ഇത്രയും സ്പീഡിൽ ബൗണ്ടി കൂടി, എനിക്ക് മാത്രമാണ് 100 താഴെ ബൗണ്ടി. അതിന് ഉസോപ്പ് പറയും, ദയവ് ചെയ്ത് എന്നെ വിട്, നാമിയുടെയും ബാക്കിയുള്ളവരുടെ ഒക്കെ ബൗണ്ടിക്ക് ശേഷം നമുക്ക് നിന്റെ പ്രശ്നം അത് ഡിസ്കസ് ചെയ്യാമെന്ന് പറയും. അടുത്തത് സാഞ്ചിക്ക് 177 മില്യൺ. അതിനുശേഷം നാമി അവൾക്ക് 66 മില്യൺ. ഉള്ളതിൽ ഏറ്റവും കുറവ് നമ്മുടെ ചോപ്പറിനാണ്, 100 ബെറീസ്. അതിനുശേഷം നമ്മുടെ ബ്രൂക്ക് 83 മില്യൺ. അപ്പോഴായിരിക്കും പച്ചത്തലയൻ ഒരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ സാഞ്ചി അവനെ ജീവനോടുകൂടെ പിടിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ അവന് 177 മില്യൺ ബൗണ്ടി ഉള്ളതായിട്ട് പ്രഖ്യാപിക്കൂ. കട്ട് ചെയ്ത കൂറ്റാക്കൂട്ടി ഇരുട്ടില് ആരോ ഒരാള് ബോഡി മുഴുവൻ ഫോഗായി കയ്യിൽ എന്തൊക്കെയോ സ്നാക്സ് എടുത്ത് അങ്ങനെ ക്യാഷ്ലായി കടിച്ചു പറിച്ച് തിന്നാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.